ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് മാസഫലം കർക്കിടക കുറുവാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ്. അതായത് പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം എങ്ങനെയാകും. ഇപ്പം മാർച്ച് മാസത്തെ ഫലം പറയുന്നതിന് മുമ്പ് നമുക്ക് മാർച്ച് മാസത്തിൽ ഈ കുറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാണ് ഗ്രഹസ്ഥിതി നോക്കാം. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ സൂര്യൻ മാർച്ച് 15 അഷ്ടമത്തിൽ നിന്നും ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു. ചൊവ്വ അഷ്ടമത്തിൽ സ്ഥിതി തുടരുന്നു. ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. മാർച്ച് 20 വരെ ആ ബുധൻ അഷ്ടമത്തിൽ വക്രത്തിലും 21 മുതൽ ആ ബുധൻ നേർസഞ്ചാരത്തിലും വരുന്നു. ഗുരു 12 സ്ഥിതി ചെയ്യുന്നത്. മാർച്ച് 10 വരെ ആ 12 നിൽക്കുന്ന ഗുരു വക്രത്തിലായിരിക്കും. 11 മുതൽ ആ ഗുരു 12 നേർസഞ്ചാരത്തിലാവുന്നു. ശുക്രൻ മാർച്ച് 2 ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതനാവുന്നു. ശനി ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി തുടരുന്നു. രാഹു 8 കേതു 2 സ്ഥിതി തുടരുന്നു. അപ്പം പൊതുവെ ശുക്രനും രവിയും ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു എന്നതും ബുധൻ അഷ്ടമത്തിൽ വക്രസ്ഥിതി മാറുന്നു എന്നതും ഗുരു 12 വക്രസ്ഥിതി മാറുന്നു എന്നുള്ളതുമാണ് മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത. ഇപ്പം നമ്മൾ മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും ഈ കുറുകാർക്കും ലഗ്നക്കാർക്കും അവരുടെ ആരോഗ്യസ്ഥിതി എന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ 8 4 ഗ്രഹങ്ങളുടെ എനർജി വരുന്ന സമയമാണ്. പ്രത്യേകിച്ച് രാഹു, കുജൻ, ബുധൻ. മാർച്ച് 14 വരെ സൂര്യൻ്റെ എനർജിയും അഷ്ടമത്തിലുണ്ട്. അപ്പോൾ പൊതുവെ അഷ്ടമത്തിൽ ഈ ഗ്രഹങ്ങളുടെ സാന്നിധ്യം വരുമ്പോൾ നമ്മുടെ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, ചിലർക്ക് ബ്ലാഡർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ, അതുപോലെ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഇത്തരം പ്രോബ്ലംസ് ഉള്ളവർ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. മാത്രമല്ല ആദ്യവാരം 2 ചന്ദ്രഗ്രഹണം നടക്കുന്നത്. ഇപ്പം 2ാം ഭാവരാശി ചന്ദ്രഗ്രഹണം നടക്കുന്നു എന്നുള്ളതിനാൽ ആഹാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം സ്കിൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അലർജീസ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ദൂരയാത്രകളിൽ, ഡ്രൈവിങ്ങിൽ, ഇവയിലൊക്കെ തന്നെ നമുക്ക് കെയർ വേണ്ടുന്ന മാസമാണ്. സന്താനത്തിൻ്റെ ആരോഗ്യത്തിലും ശ്രദ്ധിക്കണം. അപ്പോൾ പൊതുവെ വ്യായാമം, യോഗ, പ്രാണായാമം ഇവയൊക്കെ ശീലിക്കുന്നത് ഈ സമയത്ത് ഗുണം ചെയ്യും. അവസാനത്തെ പകുതി ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് റിലീഫ് ഉണ്ടാകാവുന്ന സമയമാണ്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10ാം ഭാവാധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ അഷ്ടമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യ പകുതി സൂര്യനും അഷ്ടമത്തിലാണ്. രാഹു, ബുധൻ ഒക്കെ തന്നെ അഷ്ടമത്തിലാണ്. അപ്പോൾ പൊതുവേ നമുക്ക് തൊഴിൽപരമായിട്ട് ഒരു ഭയം, വർക്ക് പ്രഷർ, ചിലർക്ക് തൊഴിൽ മാറ്റങ്ങൾ, ചിലപ്പോൾ തൊഴിലിൽ ട്രാൻസ്ഫർ, ഇവയ്ക്കൊക്കെ സാധ്യത ഉണ്ട്. അതേസമയം ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ റിസർച്ച് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ, ശാസ്ത്രജ്ഞർ, അതുപോലെ ഹെൽത്ത് വർക്കേഴ്സ്, കോൺഫിഡൻഷ്യൽ തലത്തിൽ വർക്ക് ചെയ്യുന്നവർ, ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ എൻക്വയറി ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ ആ 10ാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ 11 സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട്, അഷ്ടമത്തിലാണെങ്കിലും ഭാവത്തിൻ്റെ 11 എന്നുള്ളതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിലിൽ ഉണ്ടാകും. അതേസമയം കുജന് രാഹുവുമായിട്ടൊക്കെ യോഗമുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ കുജന് രാഹുവുമായിട്ട് യോഗം വരുന്നു, ബന്ധം വരുന്നു എന്നുള്ളത് കൊണ്ട് തൊഴിലിടത്ത് ചിലപ്പോൾ പഴയ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ പൊന്തി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധ കൊടുത്ത് പോകണം. ബുധന് വക്രസ്ഥിതിയും കൂടെ ഉള്ള സമയമാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം. ചിലപ്പോൾ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തൊഴിലിടത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊരു കെയർ കൊടുക്കണം.
6-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ 12-ൽ നിൽക്കുകയാണ്. അപ്പോൾ 12-ലാണ് 10 വരെ ആ ഗുരു വക്രത്തിലാണ് 12 സഞ്ചരിക്കുന്നത്. 11 മുതൽ ഗുരു നേർസഞ്ചാരത്തിലാകുന്നു. അപ്പോൾ 6-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12-ൽ നേർസഞ്ചാരത്തിലാകുന്നത് നമുക്ക് വിപരീത രാജയോഗത്തിൻ്റെ ഗുണാനുഭവം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കെല്ലാം അത് ഗുണാനുഭവം ഉണ്ടാകും. അവസാനത്തെ പകുതിയൊക്കെ ഈ തൊഴിൽ അന്വേഷകർക്ക് അവരുടെ തടസ്സങ്ങളൊക്കെ മാറും. ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ തന്നെ ഫോക്കസ് കൂടാവുന്ന സമയമാണ്. അതിൽ അവർക്ക് വിജയം കൈവരിക്കാൻ കഴിയും. തൊഴിൽ സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങളിലും അവർക്ക് വിജയം കൈവരിക്കാൻ കഴിയും. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവസാനത്തെ പകുതി തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ മാർച്ച് 25 ശുക്രൻ 10-ലേക്ക് വരുന്നുണ്ട്. അത് ഈ പുതിയ തൊഴിൽ അവസരങ്ങൾക്കും പുതിയ തൊഴിൽ കണ്ടെത്തുന്നതിനും തൊഴിലിടത്ത് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ സാധ്യത കാണിക്കുന്നു. ഇനി നമുക്ക് ബിസിനസ്സുകാരുടെ സ്ഥിതി എങ്ങനെ നോക്കാം. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവാധിപനായിട്ടുള്ള ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. മാർച്ച് 2 മുതൽ ശുക്രനും ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതനാകുന്നുണ്ട്. മാർച്ച് 15 മുതൽ സൂര്യനും ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകുന്ന സമയം എന്ന് പറയാം. അതേസമയം ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ മാർച്ച് 20 വരെ വക്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ബിസിനസ് മെച്ചപ്പെടുത്തുവാനുള്ള ചിന്തകൾ, അതിനുള്ള പദ്ധതികൾ ഒക്കെ തയ്യാറാക്കുന്ന സമയമായിരിക്കും. അതിൻ്റെ ഗുണാനുഭവം മാർച്ച് 21 മുതൽ അവർക്ക് ഉണ്ടാകും എന്ന് തന്നെ പറയാം. പൊതുവെ നമുക്ക് ബുധൻ്റെ നേർസഞ്ചാരമൊക്കെ വരുമ്പോൾ നമുക്ക് ബിസിനസ്സിലുണ്ടായ തടസ്സങ്ങളൊക്കെ മാറും. അതുപോലെ ബിസിനസ് പ്രൊഫഷണലുകൾക്ക് തന്നെ പുത്തൻ കരാറുകളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ബുധനും രാഹുവുമായിട്ടൊക്കെ ഉള്ളൊരു ബന്ധം ആശ്രമത്തിലുള്ള സമയമാണ്. അതുകൊണ്ട് കഴിവതും നമ്മൾ ചാടിക്കയറി ഒരു കരാറിലൊക്കെ ഒപ്പിടുന്നതിന് മുമ്പ് ആ കരാറിലെ വ്യവസ്ഥകൾ മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ വായിച്ച് വിശദമായി മനസ്സിലാക്കി വേണം അത്തരം കരാറുകളിലേക്കൊക്കെ കടക്കേണ്ടത്. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിലാണ്. അതുപോലെ ആ 20 വരെ ആ ബുധൻ അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. 5-ാം ഭാവാധിപനായിട്ടുള്ള ആ ചൊവ്വയും അഷ്ടമത്തിൽ സഞ്ചരിക്കുകയാണ്. അതുപോലെ ജ്ഞാനകാരകനായിട്ടുള്ള ആ ഗുരു 12-ലാണ്, 10 വരെ വക്രത്തിലാണ്. അതിനുശേഷം നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് ആദ്യ പകുതിയൊക്കെ പഠനത്തിൽ അല്പം ഡൈവേർഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ബുധനും രാഹുവും അതുപോലെ ചൊവ്വയൊക്കെ 8-ലായതുകൊണ്ട് പഠനത്തിൽ ഫോക്കസ് കുറയാതെ നോക്കണം. പഠനദിനത്തിൽ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മെൻ്റലായിട്ടുള്ള കോൺഫ്ലിക്റ്റൊക്കെ ഉണ്ടാകാമെന്നതിനാൽ ഒരു കെയർ പഠനത്തിൽ വേണം. അവസാനത്തെ പകുതി സ്ഥിതിയിൽ മാറ്റമൊക്കെ വരും. കാരണം ബുധൻ നേർസഞ്ചാരത്തിലാവുന്നു, ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു നേർസഞ്ചാരത്തിലാവുന്നു. അപ്പോൾ ഈ പ്രോജക്റ്റ് പ്രിപ്പറേഷനൊക്കെ നടത്തുന്നവർ, റിസർച്ച് നടത്തുന്നവർ, ഇവർക്കൊക്കെ തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. രവിയും ശുക്രനും ഒക്കെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് പ്രത്യേകിച്ച് ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്കും ഗവേഷകർക്കും ഒക്കെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിരിക്കും, പ്രത്യേകിച്ച് അവസാനത്തെ പകുതി. ഇനി നമുക്ക് ധനസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ധനസ്ഥിതി നോക്കുമ്പോൾ 2-ാം ഭാവാധിപൻ സൂര്യനാണ്. ആ സൂര്യൻ ആദ്യ പകുതി അഷ്ടമത്തിലാണ്. അതിനുശേഷമാണ് ആ സൂര്യൻ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നത്. അതുപോലെ 11-ാം ഭാവാധിപൻ ശുക്രനാണ്. ആ 11-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മാർച്ച് 2-ന് 9-ൽ ഉച്ചസ്ഥിതനാകുകയാണ്. അതായത് 11-ന്റെ 11-ാം ഭാവത്തിലേക്ക് ആ ശുക്രൻ ഉച്ചസ്ഥിതനാകുകയാണ്. അത് ധനാഗമം കൂടുന്നതിനും ധനനേട്ടത്തിനും സാധ്യത കാണിക്കുന്നു. അതായത് പൊതുവേ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിവർത്തിക്കുന്നതിന് അനുസൃതമായിട്ടുള്ള ഒരു സാമ്പത്തിക നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് വരിക എന്ന് പറയും. പ്രത്യേകിച്ച് ധനഭാവാധിപനും കൂടിയാണ് ആ സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നു. ധനകാരകനായിട്ടുള്ള ഗുരു ആണെങ്കിൽ 12-ൽ ആണ്. അത് വക്രസ്ഥിതിയൊക്കെ മാറുന്നുണ്ട്. എങ്കിലും ഈ 12-ലാണ് ധനകാരകൻ്റെ ആ സ്ഥിതി വരുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി
പണം ചെലവ് ചെയ്യേണ്ടുന്ന ഒരു സ്ഥിതി കാണിക്കുന്നുണ്ട്. 2 കേതുവൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ബുധനും കുജനും രവിയും ഒക്കെ തന്നെ അഷ്ടമത്തിൽ നിന്ന് 2 ദൃഷ്ടി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ സാധ്യത കാണിക്കുന്നുണ്ട്. എങ്കിലും മണി ട്രാൻസാക്ഷനിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആദ്യ പകുതിയൊക്കെ ആ ധനഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പം കടം കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ വളരെ കെയർ വേണം. പണം നഷ്ടപ്പെടാതിരിക്കാനൊക്കെ ഉള്ള ഒരു ശ്രദ്ധ, അതുപോലെ പണപരമായിട്ടുള്ള ട്രാൻസാക്ഷനിൽ ചതി വരാതിരിക്കാനുള്ള ശ്രദ്ധയൊക്കെ ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. 7ാം ഭാവാധിപനായിട്ടുള്ള ശനി ഭാഗ്യസ്ഥാനത്താണ്. ശനിയും ശുക്രനും ഭാഗ്യസ്ഥാനത്തുണ്ട്. ശനിയും ശുക്രനുമായിട്ടുള്ള യോഗമാണ് 9 വരുന്നത്. അപ്പം ശനിയാണെങ്കിൽ പൊതുവെ സ്വന്തം നക്ഷത്രത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയവും കൂടെയാണ്. അപ്പം വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും. ഉത്തരവാദിത്വ ബോധവും അല്പം പക്വതയും ഒക്കെ ഉള്ള, ആത്മജ്ഞാനവും ഒക്കെ ഉള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താൻ കഴിയുന്ന സമയം ആയിട്ട് കാണുന്നുണ്ട്. 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഷ്ടമത്തിൽ രാഹുവുമായിട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് കമിതാക്കൊക്കെ അല്പം കെയർ വേണം. പ്രണയ പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സഡനായിട്ട് എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ കമിതാക്കൾക്കിടയിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ അല്ലെങ്കിൽ അത് മുഖാന്തരം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ അവർക്കിടയിൽ ഉണ്ടാകാൻ സാധ്യത കാണിക്കുന്നുണ്ട്. മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പൊതുവെ സന്തോഷകരമാകും. കാരണം ശനി ശുക്ര യോഗം. ശനി 7ാം ഭാവാധിപനാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ശുക്രൻ വിവാഹ ഭാവകാരകനും കൂടിയാണ്. ആ ശുക്രൻ പ്രത്യേകിച്ച് ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിലുമാണ്. ആ ശനി ശുക്ര യോഗം ഭാഗ്യസ്ഥാനത്ത് വരുന്നത് പ്രത്യേകിച്ച് ജീവിത പങ്കാളി വഴി എന്തെങ്കിലുമൊക്കെ ഭാഗ്യനേട്ടങ്ങൾ, അതുപോലെ ദമ്പതിമാർക്ക് ചിലപ്പോൾ ദൂരയാത്രകൾ, ദൂരസ്ഥലത്ത് ദേവാലയങ്ങളൊക്കെ ചിലപ്പോൾ വിസിറ്റ് ചെയ്യുന്നതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഈ രാഹു ചൊവ്വ യോഗമൊക്കെ 8 വരിക എന്ന് പറയുമ്പോൾ ഈ ഹിഡൻ അഫയേഴ്സൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്പം ജാഗ്രത വേണം. അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, അത് മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് കെയർ വേണം. കുടുംബജീവിതത്തിലോട്ട് നോക്കുമ്പോൾ 2 കേതു ഉള്ള സമയമാണ്. ആദ്യ പകുതി 2 സൂര്യനും ചൊവ്വയും ബുധനും രാഹുവും ഒക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ആദ്യ പകുതി സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നു. മറ്റു ഗ്രഹങ്ങളെല്ലാം മാർച്ച് മാസം മുഴുവനും അവിടെ ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പം 4ാം ഭാവാധിപനായിട്ട് ശുക്രൻ മാർച്ച് 2 മുതൽ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിൽ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ നമ്മൾ വീടൊക്കെ ഭവനമൊക്കെ മോടി പിടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങുന്നതിനോ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഈ ചൊവ്വയും സൂര്യനും ബുധനും ഒക്കെ 2 ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെ ആയതുകൊണ്ട് ഈ കുടുംബ അംഗങ്ങൾ തമ്മിൽ ഉള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരു കെയർ വേണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ചർച്ച ചെയ്ത് എന്തെങ്കിലുമൊക്കെ വാഗ്വാദങ്ങളിലേക്കൊക്കെ അത് വഴുതി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ വേണം. ചിലർക്ക് കുടുംബാംഗങ്ങളുമായിട്ട് ചിലപ്പോൾ ദൂരയാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. മാർച്ച് 12, 13, 17, 18, 25, 26 ഈ ദിവസങ്ങൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങളൊക്കെ ഒഴിവാക്കണം. അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. അതുപോലെ നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിൽ അത്തരം തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ഈ കുറുകാരെ ശ്രദ്ധിക്കണം. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞത് കർക്കിടകൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലങ്ങളാണ്. അതായത് മാർച്ച് മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലമാണ്. ഇതൊരു പൊതുഫലമായിട്ട് വേണം കാണേണ്ടത്. അതേസമയം ഈ പൊതുഫലത്തിൽ മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റങ്ങളെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഇപ്പം നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം ഇവയുടെ സ്ഥിതിയെ ആശ്രയിച്ചിരിക്കും. ഇപ്പം നടക്കുന്ന ദശയും അപകാരവും ഛിദ്രവും ഒക്കെ ജാതകത്തിൽ ഭാവാധിപത്യം വഹിച്ച് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ അവർക്ക് ഗുണാനുഭവം കൂടും. മറിച്ചായാൽ
ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് ഒരാൾക്ക് ഒരു പർട്ടിക്കുലർ സമയത്ത് എന്ത് അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളത് അവരുടെ ദശയും അവരുടെ അപകാരവും അതുപോലെ ഏത് ഗ്രഹത്തിൻ്റെ ഛിദ്രമാണ് നടക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അതൊക്കെ നമ്മൾ ജാതകത്തിൻ്റെ ചിന്തയിലൂടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതേസമയം ഒരു 70% ആ ദശാപകാരം ഛിദ്രത്തിൻ്റെ സ്വാധീനമായിരിക്കും അനുഭവപ്പെടുന്നത്. ബാക്കി ഒരു 30% മാത്രമേ ഗോചര ഗ്രഹസ്ഥിതിയുടെ സ്വാധീനം അവർക്കുണ്ടാകുകയുള്ളൂ. മാത്രമല്ല ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കർക്കിടകക്കൂറിലെയും കർക്കിടക ലഗ്നത്തിൻ്റെയും ഫലമാണ് ഞാൻ പറഞ്ഞത്. കർക്കിടകക്കൂറിൽ പെടുന്നവർക്ക് ചിലർക്ക് മാത്രമേ കർക്കിടക ലഗ്നം വരൂ, മറ്റുള്ളവർക്കെല്ലാം മറ്റു ലഗ്നരാശികൾ വരാം. അപ്പോൾ മറ്റു ലഗ്നരാശികൾ വരുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി ഈ കൂറിൻ്റെ അനിഷ്ട സ്ഥാനങ്ങളിലാണോ വന്നിട്ടുള്ളത്, അതിനനുസരിച്ചുള്ള ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ്, അതിനനുസരിച്ച് ഈ ഫലത്തിൽ മാറ്റങ്ങൾ വരാം. അതൊക്കെ നമുക്ക് ജാതക നിരീക്ഷണത്തിലൂടെ കഴിയും. അതേസമയം നമുക്ക് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് മാസത്തെ ഫലം അറിയണമെങ്കിൽ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഞാൻ ഈ കൂറിൻ്റെ ഫലം പറയുന്നതോടൊപ്പം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് നോക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ഈ മാർച്ച് മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. മാത്രമല്ല ഈ കൂറിൻ്റെ ഫലം എന്ന് പറയുന്നത് അതിനേക്കാളും വളരെ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിലാണ്. അതുകൊണ്ടാണ് ലഗ്നം ഏതാണെന്ന് കണ്ട് ആ ലഗ്നഫലവും കൂടെ കേൾക്കണം എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.